കണ്ണൂർ അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടം ചിലപ്പോൾ അവിടുത്തെ മണ്ഡല കമ്മിറ്റിക്ക് ഒരു പക്ഷേ സെമി കേഡർ ആക്കാൻ പറ്റും. കാര്യം അവിടെ പ്രതിരോധിക്കുന്ന CPM ഉണ്ട്, സ്വാഭാവികമായിട്ടും കേഡർ പാർട്ടി സംവിധാനം വരും. പക്ഷേ കേരള സംസ്ഥാനം കണ്ണൂരല്ലല്ലോ. അത് സംബന്ധിച്ചോളം കേരള സംസ്ഥാനത്ത് വ്യത്യസ്ത ജില്ലകളും വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയും കോൺഗ്രസിൻ്റെ തന്നെ ഇപ്പോൾ തൃശ്ശൂർ കോൺഗ്രസ് ഒരു കാരണവശാലും കണ്ണൂർ കോൺഗ്രസ്സായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കോൺഗ്രസ്സാണ് തൃശ്ശൂർ ഉള്ളത്. അതേപോലെ തന്നെ കോഴിക്കോട് കോൺഗ്രസും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. ഇവിടെ നിങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം മന്ത്രിയായിട്ട് തന്നെ ശോഭിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം കേരളത്തിൽ മന്ത്രിയായിരുന്നിട്ട് ഒരു നല്ല ശുഭകരമായിട്ട് പ്രവർത്തനം നടത്തിയ ആളൊന്നല്ല. അദ്ദേഹം സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് കോൺഗ്രസ് അർഹതപ്പെട്ട അംഗീകാരം കൊടുത്തിട്ട് അദ്ദേഹം പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ഈ കോൺഗ്രസ് പാർട്ടി കടപ്പെട്ടിരിക്കുകയാണ്. KV തോമസിൻ്റെ പാതൃകയാണ് അദ്ദേഹം സ്വീകരിക്കണമെങ്കിൽ. ഇതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. ഇവരൊക്കെ സ്വീകരിക്കുന്ന സ്വന്തം കാലഘട്ടത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും പാർട്ടിയിൽ നിന്ന് അനുഭവിച്ചുകൊണ്ട് എന്തെങ്കിലും നയപരമായ വ്യത്യാസത്തിനെ പുറത്ത് അല്ലെങ്കിൽ അവഗണന പുറത്ത് വിഷയങ്ങൾ പലതും ഉന്നയിക്കാറുണ്ട്. ഞാനില്ല പറഞ്ഞ കാര്യം എല്ലാവർക്കും അവരുടെ താല്പര്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന അതൊരു അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്താണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി ഇലക്ഷന് നേരിടണമെങ്കിൽ ചില കാര്യത്തിൽ നഷ്ടം നേട്ടത്തെക്കാൾ ഉപരി ചെന്ന് എടുക്കുന്ന നിലപാടുകൾ ഉദാഹരണത്തോടെ നോക്കുകയാണെങ്കിൽ നിലമ്പൂർ സമയത്ത് VD സതീശൻ്റെ നിലപാട് വളരെ സ്ട്രോങ് ആയിട്ട് വന്ന് PV അൻവറിന് സമയത്ത് PV അൻവറിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ ബന്ധപ്പെട്ട് K സുധാകരൻ താല്പര്യം പ്രകടിപ്പിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. PV അൻവറിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ വേണ്ടി K സുധാകരൻ ചെണ്ടുവരി നടത്തിയിരുന്നു. അന്ന് ആ സമയത്ത് PV അൻവറിന് സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന ഒരു വലിയ വാദം ഉയർത്തിക്കൊണ്ടുവന്ന K സുധാകരനാണ്. അന്ന് വളരെ ശക്തമായ നിലപാടെടുത്ത സതീശനാണ്. അതിൻ്റെ ഗുണഫലം ഉണ്ടായി, അവിടെ ജയിച്ചുല്ലോ. ആ സ്വരാജിനെ പോലും സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് ആര്യണ ഷൗക്കത്ത് ജയിച്ചില്ലേ സതീശ് നിലപാട്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി സംബന്ധിച്ചും ധീരമായ നിലപാടെടുക്കാവുന്ന നിലപാടാണ്. ഇത്തരം കാര്യങ്ങൾ ഒരാളെ ഭയപ്പെട്ടുകൊടുക്കുന്നതിന് അതിൻ്റെ കോൺസിക്വൻസ് പറഞ്ഞാൽ ഈ കണ്ണൂർ മണ്ഡലത്തിന് വേണ്ടി സുധാകരന് വേണ്ടി കോൺഗ്രസ് പാർട്ടി നടത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച മറ്റു എംപിമാർക്ക് കൊടുക്കേണ്ടി വരും. അത് കോൺഗ്രസിന് അടിപടലെ തകർക്കുകയും അപ്പോൾ വാസ്തവമാണ് ജനാധിപത്യത്തോടും കോൺഗ്രസ് പ്രസ്ഥാനത്തോടും അഭിമുഖീകരിക്കാത്ത സുധാകരൻ ആത്മീയമായി ചെയ്യേണ്ട കാര്യം തനിക്ക് ഒരു സ്ഥാനമുണ്ടെന്നും ആ സ്ഥാനം മര്യാദയ്ക്ക് ഉത്തരവാദിത്തോടെ പ്രവർത്തിച്ചുകൊണ്ട് കോൺഗ്രസ് നിലപാട് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന BJP വിരുദ്ധമായിട്ടുള്ള സെക്യുലർ രാഷ്ട്രീയ നിലപാട് ഉയർത്തിക്കൊണ്ട് കാര്യം സുധാകരൻ സംബന്ധിച്ച നിലപാട് സെക്യുലർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമോ നോക്കാന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം അദ്ദേഹം കാണുന്നത് കണ്ണൂരും പിണറായി വിജയനും മാത്രമാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതാണ് പ്രശ്നം. കണ്ണൂരും അദ്ദേഹത്തിന് പിണറായി വിജയനും കണ്ണൂരും മാത്രമേ അദ്ദേഹത്തിന് രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളൂ. ഇപ്പോൾ കണ്ണൂർ അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ടിക്കറ്റിലേക്ക് മത്സരിക്കുക ആരുടെ പിന്തുണ CPM പിന്തുണയ്ക്കുമോ? എനിക്കറിയില്ല. പിണറായി വിജയൻ അദ്ദേഹം പുതിയ കാലഘട്ടത്തിൽ പുതിയ നയപരമായ തീരുമാനം എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അത്രയൊന്നും പോകാൻ മാത്രം സുധാകരന് പറ്റുമെന്ന് തോന്നുന്നില്ല. മനസ്സിലായിട്ടില്ല. നമുക്കറിയില്ല പുതിയ കാലത്ത് എങ്ങനെയാണ് രാഷ്ട്രീയ. ശരി, രാജേഷ് ചെറുപ്പാട് ഞാനേ ഈ ഇവിടുത്തെ സുധാകരന്റെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പേ അപ്പുറത്തും ഇപ്പുറത്തും സുധാകരനാണോ പ്രശ്നം? എന്നോടാണോ? അല്ല, ഞാൻ രാജേഷിനോട് ചോദിക്കായിരുന്നു. സുധാകരൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസിനുള്ളിൽ ഒരു ആഭ്യന്തര കാര്യമാണ്. അതിൽ നമ്മൾ ഒരു നിലപാട് പറയുന്നതിൽ കാര്യമില്ല. പക്ഷേ പൊതുവായ ചില കാര്യങ്ങൾ പറയാം. അല്ല, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഇതായിരുന്നു. അതായത് പൊതുവായും പ്രശ്നം സുധാകരൻ, ഇവിടെയും പ്രശ്നം സുധാകരനാണോ ചോദിക്കായിരുന്നു. അത് രണ്ടും രണ്ടാണ്.